നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ഡേറ്റ് നൈറ്റോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഡിന്നറോ ഓർ ജസ്റ്റ് വെൻ യു വോണ്ട് ടു ട്രീറ്റ് യുവർ സെൽഫ് ടു സംതിങ് സ്പെഷ്യൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് സ്റ്റഫ്ഡ് സാമൻ. നിങ്ങളത് മുന്നേ ട്രൈ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഐ വിൽ വാക്ക് യു ത്രൂ ഇറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ആദ്യം തന്നെ ഞാനൊരു സാമൺ ഫില്ലറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മിഡിൽ പോർഷനും അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് വേസും നമ്മളൊന്ന് നീറ്റ് കട്ട് ചെയ്തെടുക്കാം. ആൻഡ് ദിസ് ഇസ് ടു ക്രിയേറ്റ് എ പോക്കറ്റ് ഫോർ ദ സ്റ്റഫിങ് ആൻഡ് ബി കെയർഫുൾ നോട്ട് ടു കട്ട് ഓൾ ദ വേ ത്രൂ. ശേഷം കുറച്ച് സോൾട്ട്, പെപ്പർ പൗഡർ, എ പിഞ്ച് ഓഫ് ഗരം മസാല. ഈ ഗരം മസാല ഓപ്ഷണലാണ്. ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് സാമൺ ഒന്ന് സീസൺ ചെയ്തെടുക്കാം. ഇനി ഇതൊന്നും മാറ്റി വെച്ച് നമുക്കിതിലേക്കുള്ള സ്റ്റഫിങ് ഉണ്ടാക്കാം. ആദ്യം തന്നെ കുറച്ച് ഗാർലിക്, പിന്നെ കുറച്ച് ഒനിയൻ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇടയിൽ പാൻ ഒന്ന് ചൂടാക്കി നമ്മൾ ഈ ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് സ്പിനച്ച് ചോപ്പ് ചെയ്യാം. പിന്നെ കുറച്ച് പ്രോൺസ് എടുത്ത് അതും ഒന്ന് സ്മോൾ പീസസ് ആക്കി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ശേഷം ബട്ടർ ഒന്ന് ചൂടായിട്ടുള്ള ഈ പാനിലേക്ക് കുറച്ച് ഗാർലിക്കും ഒനിയനും പിന്നെ കുറച്ച് പ്രോൺസും ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് സോൾട്ടും പെപ്പർ പൗഡറും ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സ്പിനച്ചും അതുപോലെ തന്നെ കുറച്ച് ക്രീം ചീസും ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു കട്ട് പോക്കറ്റ് ഒന്ന് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് ട്രേയിൽ വെച്ച് ഒരു 12 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ആക്ച്വലി ഇതൊരു ഫാൻസി ഡിഷാണ്. കാണാൻ ഭംഗിയുള്ളത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.